താമസിക്കുന്ന മലയാളി പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരത്വം നേടിയവർക്കും ഗ്രീൻ കാർഡ്, H1B തുടങ്ങിയ സ്റ്റേറ്റസുകളിൽ കഴിയുന്നവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിയമ തെരഞ്ഞെടുപ്പ് വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2026 അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തപാൽ വഴി വോട്ട് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങളും പരിശോധനകളും കൊണ്ടുവരാനുള്ള നടപടിയുമായി US പോസ്റ്റൽ സർവീസ് മുന്നോട്ടു പോകുകയാണ്. എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഈ പുതിയ USPS ചട്ടം നിലവിൽ കോടതി തടഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന് പറയാനാകില്ല. കോടതി വിലക്ക് നീക്കിയാൽ മാത്രമേ പുതിയ ചട്ടം നടപ്പാക്കൂ എന്നാണ് USPS വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ പുതിയ നിയമ നടപടിയുടെ പിന്നിലെ കാരണമെന്ന് നോക്കാം. 2026 മാർച്ച് 31 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൻഷുറിംഗ് സിറ്റിസൺഷിപ്പ് വെരിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ ഫെഡറൽ ഇലക്ഷൻ എന്ന എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അർഹരായവർ അമേരിക്കൻ പൗരന്മാരാണെന്ന് കൂടുതൽ കർശനമായി പരിശോധിക്കുക, അതോടൊപ്പം മെയിൽ ഇൻ ആബ്സെന്റി ബാലറ്റുകളുടെ കൈമാറ്റവും ട്രാക്കിംഗും കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതായിരുന്നു ഈ ഉത്തരവിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ വോട്ടർ വിവരങ്ങളുമായി ഫെഡറൽ ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് പൗരത്വം പരിശോധിക്കുന്ന സംവിധാനവും മുന്നോട്ട് വെക്കുന്നുണ്ട്. മെയിൽ ഇൻ ബാലറ്റുകളുമായി ബന്ധപ്പെട്ട് USPS നിർദ്ദേശിച്ച പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് പ്രത്യേക ബാലറ്റ് കവറുകളും യുണീക് ഇന്റലിജന്റ് മെയിൽ ബാർകോഡും ഉപയോഗിക്കുന്നത്. അതായത് തപാൽ വഴി അയക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പ് ബാലറ്റുകൾക്ക് പ്രത്യേക തിരിച്ചറിയൽ സംവിധാനവും ട്രാക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കും. കൂടാതെ മെയിൽ വഴി ബാലറ്റ് അയക്കുന്ന സംസ്ഥാനങ്ങൾ ബാലറ്റ് ലഭിക്കേണ്ട വോട്ടർമാരുടെ പട്ടിക USPS നൽകുന്ന തീയതിയും ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചട്ടങ്ങൾ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരത്തെ ബാധിക്കുമെന്ന വിവാദവുമായി നിരവധി സംസ്ഥാനങ്ങളും സംഘടനകളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ഫെഡറൽ കോടതി ഉത്തരവുകൾ കാരണം ഈ നിയമ നടപടികൾ തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇത് നിർബന്ധമായും നടപ്പാകും എന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാകില്ല. എന്നാൽ കോടതി തടസ്സം നീങ്ങുകയാണെങ്കിൽ USPS പുതിയ ചട്ടങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അമേരിക്കൻ പൗരത്വം നേടിയ മലയാളി വോട്ടർമാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വോട്ടർ രജിസ്ട്രേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് മെയിൽ ഇൻ ബാലറ്റിനെ ആശ്രയിക്കുന്നവർ തങ്ങളുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ സ്റ്റേറ്റസ് പരിശോധിക്കുക. ബാലറ്റ് അപേക്ഷിക്കേണ്ട സമയപരിധി, ബാലറ്റ് തിരികെ അയക്കേണ്ട അവസാന തീയതി, ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയ സംസ്ഥാനത്തെ നിയമങ്ങൾ കൃത്യമായി പരിശോധിക്കണം. പുതിയ ഫെഡറൽ നിയമ നടപടികൾ സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുന്നതിനാൽ തെരഞ്ഞെടുപ്പെടുത്ത സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികൃതർ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇനി ഗ്രീൻ കാർഡ് ഉള്ളവരും H1B, L1, F1 തുടങ്ങിയ നോൺ സിറ്റിസൺ സ്റ്റേറ്റസുകളിൽ അമേരിക്കയിൽ കഴിയുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് വരാം. അമേരിക്കൻ പൗരനല്ലാത്തവർ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതിനാൽ ഗ്രീൻ കാർഡ് ഉടമയോ മറ്റേതെങ്കിലും നോൺ സിറ്റിസൺ ആണെങ്കിൽ വോട്ടർ രജിസ്ട്രേഷൻ ഫോമിൽ എന്താണ് രേഖപ്പെടുത്തുന്നത് എന്ന് വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോഴോ പുതുക്കുമ്പോഴോ ചില സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വോട്ടർ രജിസ്ട്രേഷൻ അവസരങ്ങളിൽ നിങ്ങൾ അമേരിക്കൻ പൗരനല്ലെങ്കിൽ തെറ്റായി പൗരനാണെന്ന് പ്രഖ്യാപിക്കരുത്. ഇവിടെ വലിയ അപകടം ഉണ്ടാകുന്നത് തെറ്റായ വിവരങ്ങൾ നൽകി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുകയോ യോഗ്യതയില്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമത്തിൽ അനധികൃതമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഒരു നോൺ സിറ്റിസൺസിന്റെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗ്രീൻ കാർഡ് ഉടമകളും വിസ ഉടമകളും ഒരു കാരണവശാലും അമേരിക്കൻ പൗരനാണെന്ന് തെറ്റായി അവകാശപ്പെട്ട് വോട്ടർ രജിസ്ട്രേഷൻ നടത്തുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യരുത്. ഇതിനകം അറിയാതെ നിങ്ങളുടെ പേര് വോട്ടർ രജിസ്ട്രേഷൻ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വയം അനുമാനിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറിനെയും ആവശ്യമായാൽ ഇമിഗ്രേഷൻ അറ്റോർണിയെയും ഉടൻ സമീപിക്കുക. ഇനി പ്രവാസികൾ പ്രധാനമായും ഓർക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ അമേരിക്കൻ പൗരനല്ലെങ്കിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യരുത്. രണ്ടാമത്തേത്, DMV അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസിൽ ലഭിക്കുന്ന വോട്ടർ രജിസ്ട്രേഷൻ രേഖകൾ ഒപ്പിടുന്നതിന് മുൻപ് അതിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായി വായിക്കുക. മൂന്നാമത്തേത്, നിങ്ങൾ മെയിൽ ഇൻ ബാലറ്റ് ലഭിച്ചാൽ നിങ്ങളുടെ സംസ്ഥാനത്തെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം ബാലറ്റ് അയക്കുക. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ പ്രധാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ഉടമകളും H1B, L1, F1 പോലെയുള്ള സ്റ്റേറ്റസുകളിൽ കഴിയുന്നവരും വോട്ടർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫോമിലും തെറ്റായ വിവരങ്ങൾ നൽകാതെ ഇരിക്കുക. അതേസമയം അമേരിക്കൻ പൗരനായ മലയാളികൾക്ക് അവരുടെ വോട്ടവകാശം
സുരക്ഷിതമായി ഉപയോഗിക്കാൻ സംസ്ഥാനത്തെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നിയമ പോരാട്ടം ഇപ്പോഴും കോടതിയിൽ തുടരുന്നതിനാൽ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് USPAS ചട്ടങ്ങളിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ഏറ്റവും പുതിയ കോടതി ഉത്തരവുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പും അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലും ഫെഡറൽ നയങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.